ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. ദൈവവചനം കേൾക്കുന്ന സഹോദര, ദൈവവചനം കേൾക്കുന്ന സഹോദരി, നീ യേശുവിൻ്റെയാണ്. നീ യേശുവിൻ്റെ സ്വന്തമാണ്. ഇന്ന് പകൽ ഈ ദൂത് നിനക്കുള്ളതാണ്. ദൈവം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. സഹോദര, നീ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നീ യേശുവിൻ്റെ വിരലുകളാണ്. നീ യേശുവിൻ്റെ കൈകളാണ്. ദൈവം ഇന്ന് പകൽ നിന്നെ പണിത് പുറത്തെടുക്കുമെന്ന് പറഞ്ഞാൽ, ദൈവം നിന്നെ ഒരിക്കലും കൈവിട്ട് കളയില്ലെന്ന് പറഞ്ഞാൽ, നിനക്കത് വിശ്വസിക്കാൻ കഴിയുമോ? അവൻ കഷ്ടപ്പെട്ടത് നിന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. ചോര നിനക്ക് വേണ്ടി തന്നത് നിന്നെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. നിന്റെ വളർച്ചയെ തടയുവാൻ, നിന്റെ മുന്നേറ്റത്തെ തടയുവാൻ, നിന്റെ ഉയർച്ചയെ, നിന്റെ അനുഗ്രഹങ്ങളെ, നന്മകളെ തടയുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവം നിനക്കനുകൂലമാണെങ്കിൽ പ്രതികൂലമായി നിൽക്കുവാൻ ആർക്ക് കഴിയുമെന്നൊരു ദൂതുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെയാണ്. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അതെ, നീ യേശുവിൻ്റെയാണ്. നീ ദൈവത്തിൻ്റെ വകയാണ്. ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വിശ്വസിക്ക്. നീ മുന്നേറാൻ പോകുന്നു. നീ വളരാൻ പോകുന്നു. നീ തഴച്ചു വളരാൻ പോകുന്നു. നീ ക്രിസ്തുവാകുന്ന പാറമേൽ വേരൂന്നാൻ പോകുന്നു. നീതിമാൻ പന പോലെ തഴയ്ക്കും. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ പണിയും. നിങ്ങളുടെ കുടുംബത്തെ പണിയും. നിങ്ങളുടെ തലമുറകളെ പണിയും. ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്ക് ഉയർച്ചകൾ നൽകും. ദൈവം നിങ്ങൾക്ക് വിടുതലുകൾ നൽകും. വിശ്വസിക്ക്. ദൈവമാണ് പറയുന്നത്. ദൈവമാണ് പണിയുന്നത്. നിന്നെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇന്നത്തെ വേദനകൾ മാറും. ഇന്നത്തെ കഷ്ടതകൾ മാറും. ഒഴുകിപ്പോയ വെള്ളം പോലെ നീ ഇതിനെ ഓർക്കും, അപ്പോൾ തന്നെ മറക്കും. ദൈവം നിനക്ക് മാന്യത കൽപ്പിക്കാൻ പോകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ദൈവം പറയുന്നു, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. വില്ലൊടിച്ച്, കുന്തം മുറിച്ച്, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. നീ എൻ്റെയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.